അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാം ഏവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്തരാധുനിക യുഗത്തിലാണ്. ലോകം എല്ലാ അർത്ഥത്തിലും പുരോഗതി പ്രാപിക്കുകയും വളർച്ചയുടെ ഉത്തുംഗതയിലെത്തി നിൽക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലെ പാതിയായ സ്ത്രീകൾക്ക് നാം എന്ത് സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തുന്നത് നന്നായിരിക്കും. നമുക്ക് രാഷ്ട്രീയ രംഗമെടുത്ത് പരിശോധിക്കാം. രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾക്ക് എവിടെയാണ് പുരുഷനോടൊപ്പം തുല്യനീതി നൽകപ്പെട്ടിട്ടുള്ളത്? ഏത് രാജ്യത്താണ്? ഏത് കാലഘട്ടത്തിലാണ്? ഇവിടെ ഭൗതികാടിത്തറയിൽ വാർത്തെടുക്കപ്പെട്ട രാഷ്ട്രീയ സംഘടനകളുണ്ട്. പലപ്പോഴും സന്ദർഭം ലഭിക്കുമ്പോഴൊക്കെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഖുർആനിനെയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ആ രാഷ്ട്രീയ പാർട്ടികളിലെ ഉന്നതമായ സ്ഥാനങ്ങളും പദവികളും ഒക്കെ സ്വന്തമാക്കി വച്ചിരിക്കുന്നത് പുരുഷവർഗമാണ്. അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഉന്നത ബോഡികളിൽ വളരെ ദുർലഭമായി മാത്രമേ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടുള്ളൂ എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഭരണ നേതൃത്വത്തിലെത്തിയിരിക്കുന്ന ആളുകളെക്കുറിച്ച് നോക്കുമ്പോൾ 99.4% പുരുഷന്മാരാണ് നേതൃത്വത്തിലെത്തിയിരിക്കുന്നത്. സ്ത്രീകൾ തഴയപ്പെടുകയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 70 വർഷം തികക്കാൻ പോകുന്നു. ഈ കാലയളവിനുള്ളിൽ നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചത് ഒരു വനിതാ പ്രധാനമന്ത്രിയെയും അതേപോലെ ഒരു രാഷ്ട്രപതിയെയും മാത്രമാണ്. ലോകത്ത് വിരലിലെണ്ണാവുന്ന സ്ത്രീകൾ മാത്രമേ ഭരണരംഗത്ത് നേതൃത്വത്തിലെത്തിയിട്ടുള്ളൂ എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? ഇത്യാദി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ഭൗതിക പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ സ്ത്രീകളെ അവിടങ്ങളിൽ അടിച്ചമർത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ നമുക്ക് സാമ്പത്തിക രംഗത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെയും സ്ത്രീകൾ തഴയപ്പെടുകയാണ്. പുരുഷന്മാരാണ്, അവർക്കാണ് മേൽക്കൈ. കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ വായിക്കാൻ സാധിച്ചു കോടിപതികളായ ഏതാനും സ്ത്രീകളെക്കുറിച്ച്. ഒരു സ്ത്രീ സ്വന്തം അധ്വാനത്തിലൂടെ കോടിപതിയായി കഴിഞ്ഞാൽ ഇന്ന് വാർത്തയാണ്. അതേ സ്ഥാനത്ത് ലക്ഷക്കണക്കിന് കോടിപതികളായ പുരുഷന്മാരുണ്ട്, അത് വാർത്തയല്ല താനും. സാമ്പത്തിക രംഗത്ത് ഈ ഉത്തരാധുനിക യുഗത്തിൽ പോലും സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു സംരംഭക മേഖലകളിൽ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉദ്യോഗരംഗങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഏതാനും ചില നാമമാത്രമായ മേഖലകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടെന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉയർന്ന ഉന്നതമായ ജോലികളിൽ സ്ത്രീകൾ തഴയപ്പെടുകയാണ്. സൈനിക രംഗങ്ങളിൽ സ്ത്രീകൾ തഴയപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ചയാണ് വാർത്തയായത് ഫൈറ്റർ വിമാനങ്ങളിൽ ക്യാപ്റ്റന്മാരായി സ്ത്രീകൾ നിശ്ചയിക്കപ്പെട്ട കാര്യം. സ്പോർട്സ് രംഗമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുമിച്ചല്ല മത്സരം. പുരുഷന്മാർക്ക് വേറെയാണ്, സ്ത്രീകൾക്ക് വേറെയാണ്. സമത്വത്തിനും നീതിക്കും വേണ്ടി വാദിക്കുന്ന ഇത്തരം ആളുകൾ എന്തുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് മത്സരം സംഘടിപ്പിക്കുന്നില്ല? സൂചിപ്പിക്കുന്നത് സമൂഹത്തിന്റെ എല്ലാ രംഗങ്ങളിലും, രാഷ്ട്രീയമായി, സാമൂഹ്യമായി, അതേപോലെ സാമ്പത്തികമായി, ഉദ്യോഗ മേഖലകളിൽ, എല്ലാ രംഗങ്ങളിലും പുരുഷ മേധാവിത്വമാണ് ഈ ഉത്തരാധുനിക യുഗത്തിൽ പോലും നിലനിൽക്കുന്നത്. പിന്നെ സ്ത്രീകൾക്ക് എവിടെയാണ് കൂടുതൽ പ്രാതിനിധ്യം? അതൊന്നുകിൽ സിനിമ, നാടകം പോലുള്ള അഭിനയ മേഖലകളിൽ, അതല്ലെങ്കിൽ നൃത്തവേദികളിൽ, ഗാന മേഖലകളിൽ, അതുമല്ലെങ്കിൽ പരസ്യ മേഖലകളിൽ. ഇവിടങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വേണ്ടുവോളമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സൗന്ദര്യം കച്ചവടക്കണ്ണോടുകൂടെ, ദുഷ്ടലാക്കോടുകൂടെ ചൂഷണം ചെയ്യുന്ന വേദിയായതുകൊണ്ട് അവിടെയും പുരുഷ മേധാവിത്വത്തിന്റെ, പുരുഷന് സ്ത്രീയുടെ സൗന്ദര്യം ചൂഷണം ചെയ്യുക എന്ന ദുരുദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നൽകപ്പെട്ടിട്ടുള്ള പ്രാതിനിധ്യമാണ്.
ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഖുർആൻ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന ലിംഗനീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ലിംഗസമത്വത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യാൻ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? സ്ത്രീകൾക്ക് എന്തുമാത്രം പ്രാതിനിധ്യമായിരുന്നു സമൂഹത്തിൽ ഉണ്ടായിരുന്നത്? ആ കാലഘട്ടങ്ങളിലെ ലോക സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, പഠനവിധേയമാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ അവഗണിക്കപ്പെടുകയായിരുന്നു. ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപഭോഗ വസ്തുവായി സ്ത്രീയെ കണ്ടു എന്നതിനപ്പുറം ഒരു മനുഷ്യനായി സ്ത്രീ അംഗീകരിക്കാൻ ലോകം തയ്യാറായിരുന്നില്ല. ഒരു പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുക എന്നതായിരുന്നു അറബികളുടെ രീതിയും സംസ്കാരവും. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് സജീവമായ ചർച്ച സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്നതായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരു സ്ത്രീ എന്ന നിലക്ക് അവൾക്ക് അർഹിക്കുന്ന മുഴുവൻ മേഖലകളിലും തുല്യമായ പദവികളും സ്ഥാനങ്ങളും ഇസ്ലാം നൽകിയത്, പുരുഷനോടൊപ്പം തുല്യനീതി വകവെച്ചു കൊടുത്തത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായ അവളുടെ അവസ്ഥ നമ്മൾ പഠനവിധേയമാക്കണം. പുരുഷനോളം ശാരീരികമോ ബുദ്ധിപരമോ ആയ ശേഷി സ്ത്രീകൾക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രതിസന്ധികളെയും വൈതരണികളെയും നേരിടുവാനുള്ള മാനസികമായ ശക്തി പുരുഷനോളം സ്ത്രീകൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സ്പോർട്സിന്റെ മേഖലയാകട്ടെ മറ്റു കായിക മേഖലയാകട്ടെ സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെയും മേഖലകൾ നാം തിരിച്ചു വച്ചിരിക്കുന്നത്. പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്നതുപോലുള്ള കായിക ജോലികൾ സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇസ്ലാം പ്രകൃതിപരമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഈ പ്രകൃതിപരമായ അവസ്ഥ അത് പുരുഷന്റേതും സ്ത്രീയുടേതും പരിഗണിച്ചുകൊണ്ട് ചില മേഖലകളിൽ സ്ത്രീകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ മറ്റു മേഖലകളിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന രൂപത്തിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും ജോലി ചെയ്യുവാനും അതേപോലെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാനും പണം സമ്പാദിക്കുവാനും തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് ഇസ്ലാം തുല്യമായ അവസരവും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും അതേപോലെ സഹാബിമാരുടെ ഭാര്യമാരുമൊക്കെ യുദ്ധങ്ങളിൽ പങ്കെടുത്തതും സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ അവര് സേവനങ്ങൾ അർപ്പിച്ചതും നമുക്ക് കാണാം. അതേപോലെ ആ കാലഘട്ടങ്ങളിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ സാധ്യമാകുന്ന മേഖലകളിൽ സ്ത്രീകളുടെ കഴിവും അതേപോലെ യോഗ്യതയും പ്രകൃതിപരമായ അവസ്ഥകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാം അവർക്ക് സ്വാതന്ത്ര്യവും അവകാശവും നൽകിയിട്ടുണ്ട് കണ്ടെത്താൻ സാധിക്കും. സ്ത്രീകൾക്കിടെ അവകാശങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ചില അധ്യായങ്ങൾ പോലും ഖുർആൻ മാറ്റിവെച്ചു. അൻ-നിസാ അൽ കുബ്ര എന്ന് പറയുന്ന സൂറത്തു നിസാവും അൻ-നിസാ സുഹറ എന്ന് പറയുന്ന സൂറത്തു തലാഖും സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രം വിശദീകരിക്കപ്പെടാൻ വേണ്ടി ഉൾക്കൊള്ളിക്കപ്പെട്ട അധ്യായങ്ങളാണ്. അതിനു പുറമെ ഖുർആനിൽ വേറെയും 10ഓളം അധ്യായങ്ങളിൽ മുഖ്യമായ പ്രതിപാദ്യ വിഷയം സ്ത്രീകളാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ സാധ്യമാകുന്നിടത്തോളം ഖുർആൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ഇസ്ലാമിന്റെ വിമർശകർ പലപ്പോഴും ഉന്നയിക്കാറുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് ബഹുഭാര്യത്വം, അതേപോലെ തന്നെ തലാഖ്, സ്വത്തിൽ പുരുഷന്റെ പകുതി മാത്രം സ്ത്രീക്ക് അവകാശം നൽകപ്പെട്ടിട്ടുള്ളത്, ചില സന്ദർഭങ്ങളിൽ സാക്ഷി പറയുമ്പോൾ പുരുഷൻ ഒന്നാണെങ്കിൽ പകരം സ്ത്രീ 2ആയി നിർദ്ദേശിക്കപ്പെട്ടത് തുടങ്ങിയ മേഖലകൾ. ഇവിടെ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിർബന്ധമായ ഒരു കാര്യമല്ല. മറിച്ച് പണ്ട് അറേബ്യയിൽ അനാഥരായ പെൺകുട്ടികളെ ധാരാളമായി ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന ഒരവസ്ഥ, വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ വിവാഹത്തിൽ നിർബന്ധമായി നൽകേണ്ട വിവാഹ മൂല്യം നൽകാതെ അനാഥ പെൺകുട്ടികളെ ലൈംഗികമായ ചൂഷണത്തിന് വിധേയമാക്കിയ ഒരു കാലഘട്ടത്തിൽ നിങ്ങളത് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് ഭാര്യമാരെയാണോ വേണ്ടത് എങ്കിൽ മഹർ കൊടുത്തുകൊണ്ട് സ്വതന്ത്രമായ സ്ത്രീകളെ 2ഓ 3ഓ 4ഓ നിങ്ങൾ വിവാഹം ചെയ്താലും കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ ഇസ്ലാം നൽകിയ ഒരു അനുമതി മാത്രമാണത്. അവിടെ തന്നെയും നിങ്ങൾ നീതി കാണിക്കാൻ ഭയപ്പെട്ടാൽ വാഹിദ, ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം ചെയ്യാവൂ എന്ന് ഖുർആൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പുരുഷൻ സ്ത്രീയെ തലാക്ക് ചെല്ലുക എന്നത് മാത്രമല്ല, സ്ത്രീക്കും പുരുഷനെ വിവാഹമോചനം ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, തലാക്ക് പ്രതിപാദിക്കുന്ന ഒരായത്തിന്റെ അവതരണ പശ്ചാത്തലം പോലും അതാണ്.
ഹബീബ ബിൻത് സഹൽ അൽ അൻസാരി എന്ന് പറയുന്ന സ്ത്രീ തന്റെ ഭർത്താവായ സാബിത്ത് ഇബ്നു ഖൈസിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവം, മതനിഷ്ഠ എല്ലാം എനിക്ക് തൃപ്തിയാണ്, പക്ഷേ ശാരീരികമായ വൈകല്യങ്ങളുണ്ട്, അതുകൊണ്ട് പ്രവാചകരെ എനിക്ക് അദ്ദേഹത്തെ ഭർത്താവായി വേണ്ട. ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണ് അത്തലാഖു മറത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഉം ബിഇഹ്സാൻ. അവിടെ ഒരു സ്ത്രീ തനിക്ക് നൽകിയ മഹർ ഭർത്താവിന് തിരിച്ചു നൽകിക്കൊണ്ട് വിവാഹമോചനം നേടുകയാണെങ്കിൽ ആ സ്ത്രീ നൽകുന്ന മഹർ തിരിച്ചു വാങ്ങാം എന്ന് പുരുഷൻ ഇസ്ലാം അനുമതി നൽകുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സാധാരണ പുരുഷൻ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുമ്പോൾ 4-5 കടമ്പകളുണ്ട്. കർശനമാണ് ആ വ്യവസ്ഥ. ന്യായമായ, ഗുരുതരമായ അച്ചടക്കരാഹിത്യമോ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യമോ കാണുന്ന വേളകളിൽ മാത്രമേ വിവാഹമോചനം പാടുള്ളൂ. അതിന് ഈ പറയപ്പെട്ട 4-5 കടമ്പകളിലൂടെ, നിബന്ധനകളിലൂടെ. എന്നാൽ ഒരു സ്ത്രീക്ക് ഭർത്താവിനെ വേണ്ട എന്ന് തോന്നുന്ന വേളകളിൽ, അതും ന്യായമായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അവിടെ ഈ പറഞ്ഞ കടമ്പകളൊന്നുമില്ലാതെയാണ് സ്ത്രീക്ക് വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നത്. സ്ത്രീക്ക് സ്വത്തിന്റെ യാതൊരു അവകാശവുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, മരിച്ചുപോയ ഉത്തരവാദപ്പെട്ട ആളുകളുടെ സ്വത്തിൽ യാതൊരു അവകാശവും നിർണയിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ നിശ്ചിതമായ ഒരു അവകാശം സ്ത്രീക്ക് നിർബന്ധമായും വകവെച്ചു കൊടുക്കുകയായിരുന്നു ഇസ്ലാം മീറാസിന്റെ അനന്തരാവകാശത്തിന്റെ ആയത്തിലൂടെ. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിന്നിസായി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. മാതാപിതാക്കളും അടുത്ത കുടുംബാംഗങ്ങളും വിട്ടേച്ചു പോയ സ്വത്തിൽ പുരുഷന്മാർക്കുള്ളത് പോലെ തന്നെ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുകയുണ്ടായി. സ്ത്രീക്ക് ശാരീരികമായ ചില ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സ്ത്രീയെ ഒഴിവാക്കി കൊടുത്തു എന്നതാണ് സാക്ഷി പറയുന്ന വേളകളിൽ ഒരു പുരുഷന്റെ സ്ഥാനത്ത് 2 സ്ത്രീ വേണം എന്ന് ഇസ്ലാം നിഷ്കർഷിക്കാനുണ്ടായ കാരണം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം. സ്ത്രീകളാണ് പുരുഷന്മാരാണ് കുടുംബത്തിന്റെ കൈകാര്യകർത്താക്കൾ. അതിന് ചില കാരണങ്ങൾ. ഒന്ന്, അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത ഫضല് തന്നെ, ശ്രേഷ്ഠത തന്നെ. പിന്നെ സാമ്പത്തികമായ ഉത്തരവാദിത്വവും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്, ബാധ്യത ഏൽപ്പിച്ചിരിക്കുന്നത് പുരുഷനെയാണ്. അപ്പൊ സാമ്പത്തികമായ ഉത്തരവാദിത്വവും ബാധ്യതയും ഏൽപ്പിച്ചതിന് ശേഷമാണ് പുരുഷന് സ്വത്തിന്റെ സ്ത്രീയുടെ ഇരട്ടി ഇസ്ലാം അനുവദിച്ചിരിക്കുന്നത്. യാതൊരു ബാധ്യതകളും ഏൽപ്പിക്കാതെയാണ് സ്വത്തിന്റെ പകുതി അവകാശം സ്ത്രീക്ക് ഇസ്ലാം നൽകിയിരിക്കുന്നത്. സ്ത്രീയുടെ സ്വത്ത്, ഭാര്യയുടെ സ്വത്ത് ഭർത്താവ് ചെലവഴിക്കുകയാണെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങേണ്ടത് ആവശ്യമാണ്. മറിച്ച് അതിനാവശ്യമില്ല എന്നുള്ളത് ഹദീസിൽ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീയുടെ പ്രകൃതി, അവരുടെ സൃഷ്ടിപ്പ്, അവരുടെ സ്വഭാവം, അവരുടെ ജീവിത രീതി, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ ഉന്നതമായ സ്ഥാനവും പദവിയും ഒക്കെ നൽകുകയും അതോടൊപ്പം ചില ബാധ്യതകളിൽ സ്ത്രീകൾക്ക് ഒഴിവുകൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒരു സ്ത്രീ എന്ന നിലക്ക് അവർ അർഹമായ എല്ലാ സ്ഥാനവും പദവിയും ഇസ്ലാം നൽകുന്നു എന്ന് മാത്രമല്ല, അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ സ്ത്രീ സുരക്ഷ. രാഷ്ട്രീയക്കാരും ഭരണാധികാരികളുമൊക്കെ ഏറ്റവും മുഖ്യമായി എടുത്തു പറയുന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യവുമാണ്. ആ സ്ത്രീ സുരക്ഷ ഇന്ന് നമ്മുടെ നേതാക്കന്മാരും രാഷ്ട്രനായകന്മാരുമൊക്കെ വിഭാവനം ചെയ്യുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം അത് നോക്കിക്കണ്ടു. അതിനാവശ്യമായ മുൻകരുതലുകളും പ്രിവെൻഷൻ നടപടികളും ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ് ഖുർആനിലെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീയെ ഇസ്ലാം ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്ന് പറഞ്ഞതിലൂടെ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ആശയവും അത് തന്നെയാണ്. മാതാപിതാക്കൾ വൃദ്ധരായി കഴിഞ്ഞാൽ തുല്യ പരിഗണനയോടുകൂടെ 2 പേരെയും പരിചരിക്കേണ്ടതും അവർക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ടതുമൊക്കെ നമ്മുടെ ബാധ്യതയാണെന്ന് ഖുർആൻ ഊന്നി പറയുന്നു. ഈ നിലക്ക് ലോകത്ത് വാദത്തിന് വേണ്ടി പലപ്പോഴും സ്ത്രീ സമുദ്ധാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീ ഉദ്ധാരണത്തിന് വേണ്ടി, സ്ത്രീ സമത്വത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും അതിനാവശ്യമായ ക്രിയാത്മകമായ ഒരു പരിപാടികളും മുമ്പോട്ട് വെക്കാതിരിക്കുകയും, എന്നാൽ ഇതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ക്രിയാത്മകമായ പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം മുമ്പോട്ട് വെക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഖുർആനിലെ ആയത്തുകളിലൂടെ, സൂറത്തുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.